അങ്ങേരിവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ മനസ്സിലായി 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 മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായില്ലേ? വാ വാ. എന്താണ് രണ്ടുപേരും വഴിതെറ്റി വന്നതായിരിക്കും. അതെ, നാണമില്ലാതെ വീണ്ടും വന്ന് കയറേണ്ടി വന്നു. ഓ, കല്യാണക്കാര്യത്തിനായിരിക്കും. നീ ലീലയും പറഞ്ഞു വിട്ടതായി മറിയ പറഞ്ഞു. ആ, രാവിലെ വരെ ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊ പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ആ സ്ഥാനത്തിന് മറിയ റെഡിയാണെന്ന് പറയട്ടെ. അവളെ ഇപ്പൊ തന്നെ ഡിസ്കസ് കളയാം. ഒരിടത്ത് നിന്ന് സംസാരിക്കാം. എടി പെണ്ണേ, ശിവാർജിക്ക് ചട്ടമ്പയും കൊണ്ട് വന്നതാണല്ലേ? നിനക്ക് മറിയെ കിട്ടാൻ മനസ്സുണ്ടോന്നാണ് ചോദിച്ചത്. എന്തിനാടാ ഇവളെ എനിക്ക് കൂട്ടിത്തരാൻ ശ്രമിക്കുന്നത്? ഞാനാതെ നിനക്കും ആ ഡാഫർ മണിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഈ തൊഴിൽ അല്പം പുതിയതാണ്, അത്രേ ഉള്ളൂ. നിന്റെ നിർബന്ധം കാരണം ഞാൻ ഇവന്റെ അടുത്ത് വന്നു. അവനവന്റെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്താ വയ്ക്കൂടെ? ആ, ചെല്ല് ചെല്ല്. मालू मालू अमरलाल आ गया है। എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് പുറത്തു പോകാൻ. അനാവശ്യം പറയരുത്. ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി. ഇനി ഇങ്ങോട്ട് വരരുത്. तुम क्या बोल रहे हो? तुम्हारे लिए 70 रुपये एक्सपेंडिचर है। 70 रुपया का माल मेरा अंदर है। लीटर सोच के कहता है, लेकिन अब सब कुछ बदल गया। मालूम തന്നോട് എനിക്ക് പോരാ പറഞ്ഞത്. एല്ലാം നിർത്തി പറഞ്ഞു. तूने कैसा मालूम है? 70 रुपये का माल मेरा अंदर है। 70 रुपया सड़क मेरा अंदर है। ഇനി കച്ചവടം ഇല്ലെന്നോ പുറത്ത് ബോർഡ് വെക്കാൻ ഇപ്പോ ഒന്ന് പോണ ചേട്ടെ. मालूम मालूम तुम्हारे लिए पति मेरे ताला मुठो पड़ा। पति मेरे आदि पड़ा। പുറത്തൊരു കിണറുണ്ട്, അതിപ്പോയി ചാട്. मालूम मालूम तुम आज क्यों ऐसा बोलती हो? मैं तेरे पाँव पकड़ रहा हूँ। 70 रुपये का माल मेरा अंदर है। तेरे बिना मैं जी नहीं सकता. कृपा करो मालू, कृपा करो मालू. नी एने पो पड़ा ना नी पो चालू चुपड़े चालू मालू. मेरी जान मेरी जान. अरे आंजनेय, तुम कौन है? पाजी शादी हो गया क्या? कल्याण कल्याण. हाँ, കഴിക്കാൻ പോകുന്നു. ठीक है. अरे भाई, अरे ഇവിടെ ഞങ്ങൾക്ക് വിട്ടിട്ടു. നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കും. बोलो बोलो, मैं एक वेश्यावतन हूँ. अरे अरे तुम क्या करते? 70 रुपये माल मेरा अंदर है. വേഗം വേഗം കാണിച്ചിടാം, വേഗം. ആ വരുന്നതാണ് കടയ്ക്കാവൂ രാമൻ. നിനക്ക് എന്തറിയാമോ ആ ശ്രീധരൻ നായരെ പറ്റി? അയാൾ മഹാദുഷ്ടനാ. എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുള്ളവനാണെന്നറിയാമോ? നീ ആ ശ്രീധരൻ നായർക്കെതിരായി സാക്ഷി പറയരുത്. ഞാൻ പറയും. അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരുമൊത്ത് തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ പറയും അല്ലേടാ? ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും. അടിക്കില്ലേ, ഞങ്ങൾ ഉപദ്രവിക്കില്ലേ? അയ്യോ അമ്മ. ₹70 का माल अंदर है. അതുകൊണ്ടോ അയാളെ പാവങ്ങളായിട്ട് ഉപദ്രവിക്കുന്നു? ഇയാളെ ഉപദ്രവിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞെങ്കിൽ
മനുഷ്യവേദന എന്തെന്നറിയാവുന്ന കാലത്ത് ഞാനും ഇതൊക്കെ ചെയ്തതാണ്. അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ, ഞാനിനി ഒന്നും ചെയ്യില്ല, ആരും ഉപദ്രവിക്കില്ല. ഓർഡർ. നിന്നെ ഇവിടെ കാണാൻ കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. ഒന്നുമില്ല. എന്റെ ഭർത്താവിന് ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി സാറേ. ഗോപി, ഗോപി ഒന്ന് നിന്ന് പറയട്ടെ. എന്താ മണി, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? മഹാ മോശമാ ഗോപി. ചുമ്മാ ഇരി. ഏത് ബിസിനസ് മോശമാണെങ്കിലും തന്റെ ബിസിനസ് മോശമാവാൻ വഴിയില്ലല്ലോ. എന്നാൽ അങ്ങനെയല്ല ഗോപി, ബിസിനസ് അല്പം മോശമാ. എന്ത് പറ്റി? പുതിയ ചരക്കൊന്നും വന്നില്ലേ? ഉണ്ടായിരുന്ന പഴയ ചരക്കിൽ ഒന്ന് കൈവിട്ട് പോയില്ലേ? ഏത്? നമ്മുടെ മാലതിയെ. നമ്മുടെ പഴയ ചരക്ക്? അതെന്നേ, തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു. അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോലും. അടുക്കാൻ അവൻ സമ്മതിക്കുകയില്ല. ആ കള ഞാൻ പോകുന്നു. എന്താ ഭാരതി, സുഖമാണോ? ഒന്നുമില്ല, 2 സാരിയും കുറച്ച് ഓറഞ്ച് ഒക്കെയാണ്. നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്താടി, എന്നെ പരിചയമില്ലാത്തത് പോലെ? അതോ ഓർമ്മയില്ലാന്ന് അഭിനയിക്കാം? ഇതേ മതിൽക്കെട്ടിനുള്ളിൽ, ഇതേ കട്ടില്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? നിന്നെ വേണം.
കൈയിട്. എന്റെ വീട്ടിലും കട്ടിലുണ്ട്, എന്റെ വീട്ടിലും മെത്തയുണ്ട്, എന്റെ വീട്ടിൽ ഞാനുമുണ്ട്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, പുടവ തന്ന് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നാണമില്ലല്ലോ തനിക്ക്. ശീലാവധി ചമയുകയാണോ? എല്ലാ സൗകര്യങ്ങളും തരാം, തനിച്ച് താമസിക്കാൻ ഒരു വീടും തരാം. ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തസ് എന്താണെന്ന് നിനക്കറിയാം. എത്രയോ സ്ത്രീകൾ ഈ സ്ഥാനത്തിന് വേണ്ടി എന്റെ പുറകെ നടക്കുക. എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനിപ്പോ പഴയ മാലതിയല്ല. നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? ഈ കാര്യം വേലുച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടില്ല. വേലും ഞാൻ അറിയാത്തൊരു വേലും പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ്, ഭർത്താവ് ഉദ്യോഗം. എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട്? എടേ, ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കരുത്. മര്യാദയ്ക്ക് എന്നെ വിടും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ബഹളം വെച്ച് ആളുകളെ കൂട്ടും. പ്രശ്നം വയ്ക്കും. എങ്കിലും ഒന്ന് കാണട്ടെ. എന്നെ വിട്, എന്നെ വിട്. മാലതി മാലതി തന്നെയാണ്. പോയ കാര്യം എന്തായി? ജോലിക്കാര്യമല്ലേ, എന്നത്തെയും പോലെ തന്നെ കിട്ടിയില്ല. വന്ന പാടെ ഇങ്ങനെ കിടന്നാലോ? കൈ കഴിയിട്ട് ചോറുണ്ണാൻ വരും. ഇതല്ലേ നിങ്ങൾ നോക്കുന്നത്? ശരി ശരി, ഒരു ഊണ് കഴിക്കണം. നിസ്സാരമായൊരു ബീഡി കഷ്ണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ? ബീഡിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലേ പറയാം. നിങ്ങളുടെ അനുജൻ ഗോപിയാണ്. അവനോട് വന്നിരുന്നോ? അതെ, വന്നിരുന്നു. ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന്, വെപ്പാട്ടിയായിട്ട്. സകല സൗകര്യങ്ങളും തരാമെന്ന്. പക്ഷേ ഞാനവനെ ഓടിച്ചു വിട്ടു. അവനെ നിനക്ക് നേരത്തെ അറിയാം? നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ വേലുവേട്ടൻ. എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ്. ഭാര്യയും ഭർത്താവെന്നും പറയാറായിട്ടില്ല. അപ്പോഴേക്കും സംശയം കണ്ടില്ലേ? ആൺവർഗത്തിന്റെ കൂടപ്പിറപ്പല്ലേ സംശയം. സംശയിച്ചതല്ല മാലതി, പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറെ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം. എങ്കിലും ഈ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയൊരു സത്യം കൂടിയുണ്ട്. എന്താ? ഗോപി എന്നെ ബലാത്കാരമായി കെട്ടിപ്പിടിച്ച് ദാ ഇത് കണ്ടില്ലേ? എവിടെ പോകുന്നു? ഗോപിയുടെ വീട്ടിലേക്കോ? അതെ,
അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ. ഒന്ന് നിൽക്കൂ. ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ മതി.